ഹേ ഗായ്സ്, നമ്മുടെ ഓണം ഇങ്ങ് അടുത്തെത്തിയില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഓണം വിഭവങ്ങൾ പരിചയപ്പെട്ടാലോ? ആദ്യമേ തന്നെ നമുക്കൊരു ബീട്രൂട്ട് പച്ചടിയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 1.5 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും ഒരു 2 പച്ചമുളകും ഒരു 1/4 ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നോക്കിക്കേ, ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് വേവാൻ വെച്ച ബീട്രൂട്ട് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പം കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നോടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. ആ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ കട്ടയില്ലാണ്ട് അടിച്ചെടുത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം ചേർക്കുന്നതായിരിക്കുമേ നല്ലത്. അപ്പം നമ്മളിത് അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് പച്ചടീൻ്റെ ഏകദേശം സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കടുക് താളിച്ചെടുക്കലാണ് അടുത്ത പരിപാടി. കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് വറ്റൽമുളകും പിന്നീട് ഒരു പിടി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒരു വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കാണ്ട് ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം മറ്റൊരു ദിവസം നമുക്ക് അടുത്ത വിഭവമായിട്ട് കാണാം. ബൈ.